ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 5 തനിമയുടെ പൊലിമ. രസഗുളികകൾ. പഴഞ്ചൊല്ലുകളോളം പ്രചാരം ലഭിച്ചിട്ടുള്ള ചില വരികളാണ് തന്നിരിക്കുന്നത്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം. എന്താണ് അതിൻ്റെ അർത്ഥം? സമ്പത്ത് മൂലവും സ്ത്രീ മൂലവും കലഹങ്ങൾ ലോകത്ത് ധാരാളമുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. നല്ല ആളുകളുമായുള്ള സഹവാസം കൂടെയുള്ള ആളിനും ഗുണം ചെയ്യും. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഒരു രക്ഷയുമില്ലെന്ന അവസ്ഥ വന്നാൽ ഏതു സാഹസത്തിനും മുതിരും, ഏതു സാഹസത്തിനും തയ്യാറാവും. കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിന്മീതെ പറക്കാൻ മോഹം. എന്താണത്? നടക്കാത്ത സ്വപ്നം. കുണ്ടുകിണറ്റിൽ കിടക്കുന്ന തവളക്കുഞ്ഞിന് കുന്നിൻ്റെ മുകളിലൂടെ പറക്കാൻ മോഹം. നടക്കാത്ത സ്വപ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. രസഗുളികകൾ. പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ. അവ രൂപപ്പെട്ടു വരുന്ന ജീവിത സാഹചര്യങ്ങൾ, നിത്യജീവിതവുമായി അവയ്ക്കുള്ള ബന്ധം, പഴഞ്ചൊല്ലുകളുടെ സവിശേഷതകൾ, ശൈലികളും പഴഞ്ചൊല്ലുകളും തമ്മിലുള്ള സാമ്യവ്യത്യാസങ്ങൾ, പഴഞ്ചൊല്ലുകളുടെ പ്രാധാന്യം, ഇവയെക്കുറിച്ചൊക്കെയാണ് രസഗുളികകൾ എന്ന പാഠത്തിലൂടെ ഡോക്ടർ എം.വി. വിഷ്ണു നമ്പൂതിരി നമ്മോട് പറയുന്നത്. രസഗുളികകൾ. പഴയ മൊഴികളാണ് പഴഞ്ചൊല്ലുകൾ. തമിഴ് ഭാഷയിൽ മുതുമൊഴികൾ എന്നാണ് പറയാറുള്ളത്. ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള വാമൊഴി രൂപങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനുഭവജ്ഞാനവും ജീവിത പരിചയവും അവയിൽ പകർന്നിരിക്കും. വിജ്ഞാനപ്രദമായ ലഘുവാക്യങ്ങളാണവ. എന്തെല്ലാമാണ് പഴഞ്ചൊല്ലുകളുടെ സവിശേഷതകൾ? ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ളവയാണ് പഴഞ്ചൊല്ലുകൾ. വാമൊഴി രൂപങ്ങളാണ്. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിജ്ഞാനപ്രദമായ ലഘുവാക്യങ്ങളാണവ. വിജ്ഞാനം ഉൾക്കൊള്ളുന്ന ചെറിയ വാക്യങ്ങളാണവ. നിത്യസംഭാഷണ വേളയിലാണ് പഴഞ്ചൊല്ലുകളുടെ പ്രയോഗം കൂടുതലായും കാണുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ദൃഷ്ടാന്തം എന്ന നിലയിൽ അവ പ്രവർത്തിക്കും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് നോക്കുക. ഒരു കുടുംബത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിനു വിപരീതമായി ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി ഈ പഴമൊഴി പ്രയോഗിക്കാം. ആ സന്ദർഭത്തിൽ അതിന് അർത്ഥം പ്രകാശിപ്പിക്കാൻ എത്രമാത്രം ശക്തിയുണ്ടെന്ന് അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരുമായി നിത്യേനയുള്ള നമ്മുടെ സംസാരത്തിൽ നമ്മൾ പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരു വീടിൻ്റെ നന്മയ്ക്കായി ആ വീട്ടിലെ എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ ആ വീട്ടിലെ ഒരാൾ മാത്രം അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് പ്രയോഗിക്കുന്നത്.
ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ് പഴഞ്ചൊല്ലുകൾക്കുള്ള വിഷയങ്ങൾ. തൊഴിൽ, കാർഷിക വൃത്തി, ഗൃഹജീവിതം, വൈദ്യം, പ്രകൃതി തുടങ്ങിയവയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് പഴമൊഴികളുമായി ബന്ധം കാണാം. കൃഷിയും നായാട്ടും പഴയ കാലം തൊട്ടേ ജീവിത ബന്ധമുള്ളവയാണ്. എന്താണ് പറയുന്നത്? പഴഞ്ചൊല്ലുകളുടെ വിഷയങ്ങൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടവയാണ്. തൊഴിൽ, കാർഷിക വൃത്തി, ഗൃഹജീവിതം, വൈദ്യം, പ്രകൃതി തുടങ്ങിയവയെല്ലാം പഴഞ്ചൊല്ലുകൾക്ക് വിഷയമാണ്. മുളയിലറിയാം വിള, നിലമറിഞ്ഞ് വിത്തിടണം, വിള പുറത്തിട്ട് വേലി കെട്ടരുത്. ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടവയാണ്? കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. ഇത്തരം മൊഴികളിൽ വ്യംഗ്യമായൊരർത്ഥമുണ്ടാകും. സംഭാഷണവേളയിൽ ആ അർത്ഥത്തിനാണ് പ്രാധാന്യം. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴമൊഴി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. വ്യംഗ്യാർത്ഥം എന്നാൽ എന്താണ്? പരോക്ഷമായിട്ടുള്ള അർത്ഥം. വാച്യാർത്ഥത്തിനു പുറമേയുള്ള അർത്ഥമാണ് വ്യംഗ്യാർത്ഥം. വിള പുറത്തിട്ട് വേലി കെട്ടരുത് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? വ്യംഗ്യാർത്ഥമാണ് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നുള്ളത്. വേവുവോളം നിന്നാൽ തണിയുവോളം നിൽക്കണം, ചട്ടുകമെന്ത് സ്വാദറിഞ്ഞു എന്നിവ ഗൃഹസംബന്ധമായ വിഷയങ്ങളെ മുൻനിർത്തി ഉണ്ടായിട്ടുള്ളവയാണ്. വേവുവോളം നിന്നാൽ അത് തണുക്കുവോളം ആറുവോളം നിൽക്കണം. ചട്ടുകമെന്ത് സ്വാദറിഞ്ഞു, ഇതൊക്കെ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മുൻനിർത്തി ഉണ്ടായിട്ടുള്ളവയാണ്. ഐക്യം, ക്ഷമ, സ്ഥിരത തുടങ്ങിയവയെ സംബന്ധിച്ച പഴമൊഴികളിൽ ചിലതാണ് പലതുള്ളി പെരുവെള്ളം. ഐക്യത്തെ കാണിക്കുന്നു. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, ക്ഷമയെ കാണിക്കുന്നു. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല, സ്ഥിരതയെ കാണിക്കുന്നവയാണ്. ദുർമോഹം, അതിസാമർത്ഥ്യം, കൂറുമാറ്റം, ചതി തുടങ്ങിയ ദോഷങ്ങളെ വെളിപ്പെടുത്തുന്ന പഴമൊഴികളുണ്ട്. കാക്കയുടെ വായിലെ അട്ടചാവു എന്ന മൊഴിയിൽ അതിസാമർത്ഥ്യമുള്ളവർ ഒടുവിൽ അപകടത്തിലാണ് പെടുക എന്ന ആശയമാണ് പ്രകാശിപ്പിക്കുന്നത്. തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും, കണ്ടാൽ നല്ലത് തിന്നാനാക, അടുത്തവരെ കെടുത്തരുത്, വടി കൊടുത്ത് അടി വാങ്ങരുത്, കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം എന്നിങ്ങനെ ഉപദേശമോ അനുശാസനമോ തത്വങ്ങളോ അടങ്ങുന്ന ലഘുവാക്യങ്ങൾ പഴഞ്ചൊല്ലിന്റെ രൂപത്തിൽ കാണാറുണ്ട്. വടി കൊടുത്ത് അടി വാങ്ങരുത്, അത് ഒരു അനുശാസനമാണ്. കണ്ടു നിറഞ്ഞവനോട് കടം കൊള്ളണം, ഉപദേശമാണ്. ഇതുപോലെ അനുശാസനമോ ഉപദേശമോ തത്വങ്ങളോ അടങ്ങുന്ന ലഘുവാക്യങ്ങൾ പഴഞ്ചൊല്ലിന്റെ രൂപത്തിൽ ഉണ്ട്. ശൈലികളുമായി പഴഞ്ചൊല്ലുകൾക്ക് അടുപ്പം കാണാം. എന്താണ് ശൈലികൾ? ഒരു വാക്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മാത്രം അതിൻ്റെ ആശയം പൂർണ്ണമാകുന്ന ചില വാക്യങ്ങളാണ് ശൈലികൾ എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ശൈലികളെ പഴഞ്ചൊല്ലുകളായി ഉപയോഗിക്കാറുണ്ട്. പ്രകടമായ അർത്ഥത്തേക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് ശൈലികൾ. വായിക്കുമ്പോഴുള്ള ആ അർത്ഥമല്ല, പരോക്ഷമായിട്ടുള്ള അർത്ഥങ്ങൾ, വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് ശൈലികൾ. വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥമല്ലാതെ പരോക്ഷമായി അർത്ഥമുള്ള പഴഞ്ചൊല്ലുകളുമുണ്ട്. വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ശൈലികളുമുണ്ട്, പഴഞ്ചൊല്ലുകളുമുണ്ട്. സാഹിത്യലോകത്തിൽ കടന്നു ചെല്ലാത്ത എത്രയോ നാടൻ ശൈലികളുണ്ട്. ഉണ്ട ചോറിൽ മണ്ണിടുക, കുളിച്ച കടവ് മറക്കുക തുടങ്ങിയവ ശൈലികളായും ചെറിയ മാറ്റം വരുത്തി
പഴഞ്ചൊല്ലുകളായും പ്രയോഗിക്കാറുണ്ട്. കുരങ്ങു ചത്ത കുറവനെ പോലെ, അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ, കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നിങ്ങനെ അനേകം ശൈലീമൊഴികൾ നിത്യഭാഷണങ്ങളിൽ പ്രകടമാകാതിരിക്കയില്ല. പഴഞ്ചൊല്ലുകൾ പ്രയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇവയും പ്രയോഗിക്കുന്നത്. ഭാവിയിലേക്ക് കരുതി വെക്കണമെന്നു കരുതുന്നവ താളബദ്ധമാക്കുകയെന്നത് മനുഷ്യ സ്വഭാവമാണ്. മിക്ക പഴഞ്ചൊല്ലുകൾക്കും ഈ പ്രത്യേകത കാണാം. കവിതയുടെ പ്രാരംഭകാലത്തെയാണ് അവ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ കൊച്ചു കവിതകളുടെ രൂപഭംഗിയും അർത്ഥപുഷ്ടിയും ഉള്ളവയാണ്. ലോക സ്വഭാവം മിതവും സാരവുമായി വെളിപ്പെടുത്താൻ അവയ്ക്കു കഴിയുന്നു. എന്താണ് പറയുന്നത്? പഴഞ്ചൊല്ലുകൾ വാമൊഴിയായി പറഞ്ഞു പറഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. അതിന് കവിതയുടെ ഒരു രൂപഭംഗിയും അർത്ഥപുഷ്ടിയുമാണുള്ളത്. അവ ഭാവിയിലേക്ക് കരുതി വെക്കണമെന്നുള്ളത് കൊണ്ടാണ് കവിതയുടെ ഒരു രൂപഭംഗിയും അർത്ഥപുഷ്ടിയും നൽകിയിട്ടുള്ളത്. പഴഞ്ചൊല്ലുകൾക്ക് ലോക സ്വഭാവം വളരെ ലളിതമായ രീതിയിൽ വെളിപ്പെടുത്താൻ കഴിയുന്നു. അന്നവിചാരം മുന്നവിചാരം, ഞാറുറച്ചാൽ ചോറുറച്ചു, അരജൻ വീണാൽ പടയില്ല എന്നിങ്ങനെ താളവും ഈണവും ഒത്തിണങ്ങിയ മൊഴികൾ പഴഞ്ചൊല്ലുകളിൽ കാണാൻ കഴിയും. വിത്താഴം ചെന്നാൽ പത്തായം നിറയും, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും, ഏറിപ്പോയാൽ കോരിപ്പോകും എന്നിങ്ങനെ ഈ രണ്ട് ഖണ്ഡങ്ങൾ അടങ്ങുന്ന പഴമൊഴികളുമുണ്ട്. താളവും ഈണവുമുള്ള പഴഞ്ചൊല്ലുകളും ഈ രണ്ട് ഖണ്ഡങ്ങൾ അടങ്ങുന്ന പഴഞ്ചൊല്ലുകളുമുണ്ട്. തോണി കടന്നാൽ തുഴ വേണ്ട, അഹങ്കരിച്ചാൽ മുഖം കറുക്കും, സമ്പത്തുകാലത്ത് തൈപത്തു വച്ചാൽ ആപത്തുകാലത്ത് കാപത്തു തിന്നാം, ചക്കയോളം ചോദിച്ചാൽ ചുക്കോളം കിട്ടും എന്നിങ്ങനെ വിവിധ ചൊൽവടിവുകൾ ഉൾക്കൊള്ളുന്ന പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിൽ കുറവല്ല. പഴഞ്ചൊല്ലുകൾ ഭാഷയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായവയാണ്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആ മൊഴികൾ വാമൊഴി രൂപത്തിൽ നിലനിൽക്കുന്നവയായതിനാൽ പദസംബന്ധമായ മാറ്റങ്ങൾ അവയിൽ സംഭവിക്കുക സ്വാഭാവികമാണ്. ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. പ്രാദേശിക തനിമ അവയുടെ ഒരു പ്രത്യേകതയാണ്. പഴഞ്ചൊല്ലുകൾ എഴുതി വച്ചിട്ടുള്ളവയല്ല, വാമൊഴിയായി നിലനിൽക്കുന്നവയാണ്. അതുകൊണ്ട് ഓരോ നാട്ടിലും ഉപയോഗിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് അവയുടെ പദങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാം. ഉദാഹരണത്തിന്, വേവുവോളം നിന്നാൽ തണിയുവോളം നിൽക്കണം. നമ്മുടെ കേരളത്തിന്റെ ചില ഭാഗത്ത് തണിയുവോളം എന്നാൽ തണുക്കുവോളം എന്നാണ്. എല്ലായിടത്തും തണിയുവോളം എന്ന പദം ഉപയോഗിക്കാറില്ല. ഇതേ പഴഞ്ചൊല്ല് തന്നെ വേവുവോളം നിന്നാൽ ആറുവോളം നിൽക്കണമെന്നും പറയാറുണ്ട്. നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വിവിധ തലങ്ങളെ സ്പർശിക്കുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. പ്രാദേശിക തനിമ അവയുടെ ഒരു പ്രത്യേകതയാണ്. നിത്യജീവിതത്തിൽ പഴമൊഴികളുടെ പ്രയോഗം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ അവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. ആ സാഹിത്യ ഗുളികകളെ യഥാർത്ഥ രൂപത്തിൽ സമാഹരിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പണ്ടുള്ള ആളുകൾക്ക് അറിയുന്ന അത്ര പഴഞ്ചൊല്ലുകൾ ഇന്നുള്ള തലമുറയ്ക്ക് അറിയില്ല. നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ പഴമൊഴികളുടെ പ്രയോഗം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ അവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഴഞ്ചൊല്ലുകളെ യഥാർത്ഥ രൂപത്തിൽ സമാഹരിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി, പഴഞ്ചൊൽ സാഹിത്യം. വായിക്കാം, കണ്ടെത്താം. പഴഞ്ചൊല്ലുകളുടെ സവിശേഷതകൾ എന്തെല്ലാം? കണ്ടെത്തി എഴുതുക.
എന്തെല്ലാമാണ് സവിശേഷതകൾ? ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ളവയാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിജ്ഞാനപ്രദമായ ലഘുവാക്യങ്ങളാണവ. പ്രാദേശിക തനിമ പഴഞ്ചൊല്ലുകളുടെ ഒരു പ്രത്യേകതയാണ്. പഴഞ്ചൊല്ലുകളും ശൈലികളും തമ്മിലുള്ള സമാനതകൾ എന്തൊക്കെ? പഴഞ്ചൊല്ലുകളിലും ശൈലികളിലും പ്രകടമായ അർത്ഥത്തേക്കാൾ വ്യംഗ്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. ചില ശൈലികൾ ചെറിയ മാറ്റം വരുത്തി പഴഞ്ചൊല്ലുകളായി പ്രയോഗിക്കാറുണ്ട്. പഴഞ്ചൊല്ലുകൾ പ്രയോഗിക്കുന്നത് പോലെ തന്നെയാണ് നിത്യഭാഷണങ്ങളിൽ ശൈലികളും പ്രയോഗിക്കുന്നത്. പഴഞ്ചൊല്ലുകൾ സമാഹരിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നിത്യജീവിതത്തിൽ പഴമൊഴികളുടെ പ്രയോഗം കുറഞ്ഞു വരുന്നതിനാൽ അവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പഴഞ്ചൊല്ലുകളെ സമാഹരിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയുന്നത്. കണ്ടെത്തി തരംതിരിക്കാം. പഴഞ്ചൊല്ലുകൾ ശേഖരിച്ച് വിഷയാടിസ്ഥാനത്തിൽ തരംതിരിച്ച് പതിപ്പാക്കൂ. കൃഷിച്ചൊല്ലുകൾ: മുളയിലറിയാം വിള, നിലമറിഞ്ഞ് വിത്തിടണം, വിള പുറത്തിട്ട് വേലി കെട്ടരുത്, കതിരിൽ വളം വയ്ക്കരുത്, ഒരു വിള വിതച്ചാൽ പല വിത്തു വിളയില്ല. ഗൃഹസംബന്ധമായവ: വേവുവോളം നിന്നാൽ തണിയുവോളം നിൽക്കണം, പുകഞ്ഞ കൊള്ളി പുറത്ത്, ചട്ടുകമെന്ത് സ്വാദറിഞ്ഞു. ഓണച്ചൊല്ലുകൾ: അത്തം വെളുത്താൽ ഓണം കറുക്കും, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കുമ്പിളിൽ തന്നെ കഞ്ഞി, കാണം വിറ്റും ഓണം ഉണ്ണണം, ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര. മഴ: തിരുവാതിരയിൽ തിരിമുറിയാതെ, മകരമഴ മലയാളം മുടിക്കുന്നത്, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല്. തന്നിരിക്കുന്ന കവിത വായിക്കുക. തോളിലിരുന്നു ചെവി തിന്നുവോരെ, നേരെ വന്നാൽ നിങ്ങൾ നിസ്സഹായർ, പൂവമ്പഴത്താൽ കഴുത്തറുപ്പോരെ, വാളു തന്നാൽ നിങ്ങൾ നിസ്സഹായർ, വീണമരത്തിന്മേൽ കേറിയിടുന്നോരെ, തളപ്പു തന്നാൽ നിങ്ങൾ നിസ്സഹായർ, നനയാതെ മീൻ പിടിച്ചിടുവോരെ, വഞ്ചി തന്നാൽ നിങ്ങൾ നിസ്സഹായർ. കാവ്യഭാഗത്തെ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി വ്യാഖ്യാനിക്കുക. ഏതൊക്കെയാണ്? തോളിലിരുന്ന് ചെവി തിന്നുവോരെ എന്നാൽ തോളിലിരുന്ന് ചെവി തിന്നൽ ആശ്രയത്തിലിരുന്ന് ദ്രോഹിക്കലാണ്. പൂവമ്പഴത്താൽ കഴുത്തറുക്കുന്നവർ: പൂവമ്പഴത്താൽ കഴുത്തറുക്കുക എന്നത് പ്രത്യക്ഷത്തിൽ സൗമ്യത നടിച്ച് പരോക്ഷമായി ദ്രോഹിക്കൽ. വീണമരത്തിന്മേൽ കേറിയിടുന്നോരെ: വീണമരത്തിന്മേൽ കേറൽ, തന്നേക്കാൾ ദുർബലനായവനെ ദ്രോഹിക്കൽ. നനയാതെ മീൻ പിടിച്ചിടുവോരെ: കൈ നനയാതെ മീൻ പിടിക്കൽ, അധ്വാനമില്ലാതെ നേട്ടം കൊയ്യൽ. ഈ കാവ്യഭാഗത്ത് പരാമർശിക്കപ്പെടുന്നവരെല്ലാം നിസ്സഹായരാണ്. കാരണങ്ങൾ കണ്ടെത്തി എഴുതുക. തോളിലിരുന്ന് ചെവി തിന്നുവോരെ, നേരെ വന്നാൽ നിങ്ങൾ നിസ്സഹായർ. തോളിലിരുന്ന് ചെവി തിന്നുന്ന കൂട്ടർക്ക് ഒരാളെ ആശ്രയിക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പൂവമ്പഴത്താൽ കഴുത്തറുപ്പോരെ, വാളു തന്നാൽ നിങ്ങൾ നിസ്സഹായർ. നേർക്കുനേർ ഏറ്റുമുട്ടാൻ കഴിയാത്തവരാണ് സ്നേഹം നടിച്ച് ചതിയിലൂടെ ദ്രോഹിക്കുന്നത്. വീണമരത്തിന്മേൽ കേറിയിടുന്നോരെ, തളപ്പു തന്നാൽ നിങ്ങൾ നിസ്സഹായർ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നേക്കാൾ ദുർബലനായവനെ ദ്രോഹിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ തന്നോളം ശക്തിയുള്ള ഒരുവനെ നേരിടാൻ സാധിക്കുന്നില്ല. പിന്നെന്താണ്? നനയാതെ മീൻ പിടിച്ചിടുവോരെ, വഞ്ചി തന്നാൽ നിങ്ങൾ നിസ്സഹായർ. അധ്വാനിക്കാതെ നേട്ടം കൊയ്യുന്നതിലല്ല, അധ്വാനത്തിലൂടെ നേട്ടം കൊയ്യാൻ സാധിക്കണം. സ്വന്തമായി അധ്വാനിക്കാതെയും നേർക്കുനേർ നിൽക്കാനുള്ള ധൈര്യമില്ലാതെയും കഴിയുന്നവർ എല്ലായ്പ്പോഴും നിസ്സഹായരാണ്.
നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1 ഉം 2 ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.